ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇപ്പോൾ ആലപ്പുഴയിലാണ്. ആലപ്പുഴയ്ക്ക് വേറെ ഒരാവശ്യത്തിന് വന്നാണ്. ആ ആവശ്യം നടന്നില്ല. അപ്പം ഇനിയിപ്പോൾ ഏതായാലും ഇതിൽ കൂടി ചുറ്റിക്കറങ്ങാമെന്ന് കരുതി അങ്ങനെ പോവാണ്. ഇപ്പോൾ ബോട്ട് ജെട്ടി വരെ പോവാണ്. അപ്പോൾ ബസ്സിലാണ് ഇപ്പോൾ. അങ്ങനെ ആലപ്പുഴ ബസ് സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട്. ആലപ്പുഴ ബസ് സ്റ്റാൻഡ് ഇതാണ്, ചെറിയൊരു ബസ് സ്റ്റാൻഡാണ്. അങ്ങനെ അവിടുന്ന് പോകുന്നു. നമ്മൾ ബോട്ട് ജെട്ടി സ്റ്റോപ്പിൽ ഇറങ്ങി അങ്ങനെ ബോട്ട് ജെട്ടിക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. എത്തി കാണുന്നതാണ് ബോട്ട് ചെട്ടി. ഇനി താഴേക്ക് ഇറങ്ങണം. ബോട്ട് ചെട്ടി എത്തിയിരിക്കുന്നു. അപ്പോൾ ഇതിന് മുന്നേ ഫ്രണ്ടിലായിട്ട് ജോസ് അൽഗാസിൻ്റെ ഒരു വലിയ ഷോപ്പുണ്ട്. അപ്പോൾ ബോട്ട് ചെട്ടിയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടുന്ന് ഇനി കോട്ടയത്തേക്ക് പോകാനാണ് പ്ലാൻ. കോട്ടയത്തേക്ക് ബോട്ടിൽ 3 hour യാത്ര. 28 രൂപ എത്ര രൂപ. നല്ല ഹോട്ടൽ തപ്പിടുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒരാളോട് ചോദിച്ചപ്പോൾ ഒരു ശ്വാസമോ അങ്ങനെ എന്തൊക്കെ പറഞ്ഞൊരു ഹോട്ടൽ. അപ്പോൾ പോയി നോക്കാം. രാവിലെ മുതലൊന്നും കഴിക്കാത്തോണ്ട് എന്താ അറിയില്ല, നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ ഫുള്ള് ഫുഡ് ചേർത്ത്. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു, കുഴപ്പമില്ലാത്ത അടിപൊളി ഒരു ഊണായിരുന്നു. ഇപ്പോൾ റെസ്റ്റോറൻറ്റ്, അപ്പോൾ ബോട്ട് ജെട്ടിൻ്റെ അടുത്തുള്ള റെസ്റ്റോറൻ്റാണിത്. അങ്ങനെ അവിടുന്ന് ഫുഡ് കഴിച്ച് പോകുന്നു. ഇനിയിപ്പോൾ ബോട്ട് ചട്ടിക്കല്ല, ബോട്ട് ചട്ടിക്ക് ഇനി 5 മണിക്കുള്ളിൽ ബോട്ട് എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് അതുവരെ ഇപ്പം 3 മണിയായി. അപ്പോൾ അതുവരെ ബീച്ച് പോകും. ബീച്ച് ഇവിടെ അടുത്ത് തന്നെ, ഒരു 3 കിലോമീറ്റർ. അപ്പോൾ ബീച്ചിൽ പോകാൻ എത്തി. അപ്പോൾ ഇവരാണ് എനിക്ക് ആ റെസ്റ്റോറൻറ്റ് പറഞ്ഞു തന്നത്. അങ്ങനെ അവരോട് യാത്ര പറഞ്ഞ് അവിടുന്ന് പോകുന്നത്. നമ്മൾ നേരെ കടപ്പുറത്ത് പോട്ടെ. അങ്ങനെ ബീച്ചിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളിപ്പോൾ ആലപ്പുഴയ്ക്ക് ട്രെയിനിൽ വരികയാണെങ്കിൽ ജസ്റ്റ് റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ നിന്ന് ജസ്റ്റ് 1 കിലോമീറ്റർ ഉള്ളൂ. ജസ്റ്റ് നടക്കാനുള്ളത് ഒരു 10 മിനിറ്റ് കൊണ്ട് ബീച്ചിലേക്ക് എത്തുക. അത്ര അടുത്താണ്. അപ്പോൾ ആലപ്പുഴയ്ക്ക് റെയിൽവേ സ്റ്റേഷൻ പോയി വരികയാണെങ്കിൽ ഇവിടെ ബീച്ചിൽ വന്നിട്ട് പിന്നെ എല്ലാ അടുത്ത സ്ഥലങ്ങളിൽ പോകുന്നതൊക്കെ നല്ലത്. ഇങ്ങനെ ആലപ്പുഴ ബീച്ചിലേക്ക് വന്നിരിക്കുകയാണ്. തേരാപ്പാരം നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ ബോട്ട് 5:15 പറഞ്ഞപ്പോൾ ഏതായാലും ബീച്ച് ഇവിടെ അടുത്താണ്. ബീച്ചിൽ പോയി പോരാൻ എത്തി. ഇപ്പോൾ 3 മണി, 4 മണിയാകുമ്പോൾ പോകും. അങ്ങനെ 1 മണിക്കൂറത്തോളം അവിടെ സ്പെൻഡ് ചെയ്ത് അവിടുന്ന് തിരിച്ചു പോകുന്നു. 4-4:15 ആകുമ്പോഴത്തേന് പോകുന്നു. അവിടുന്ന് അവിടെ പാലത്തിനൊക്കെ ബ്രിഡ്ജിൻ്റെ ഒക്കെ പണി നടന്നുകൊണ്ടിരിക്കുക. ഹൈവേ എന്തോ തോന്നുന്നു, ഹൈവേൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നു. ഇനി റെയിൽവേ സ്റ്റേഷനിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്നത് എന്തിനാന്ന് വെച്ചാൽ ചെറുതായിട്ട് ബീച്ചിലൊന്നും ഇറങ്ങിപ്പോയി ആകെ നല്ല ഫുഡ് കഴിക്കണം. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഫ്രഷ് ആയിട്ട് റെയിൽവേ സ്റ്റേഷനിൽ ഫ്രഷ് ആകാനുള്ള സൗകര്യം ഉണ്ടാവുമല്ലോ. അപ്പോൾ ഏതായാലും ഇവിടുന്ന് ഫ്രഷ് ആയിട്ട് ഒന്ന് മാറ്റി പോകാൻ മതി. അങ്ങനെ ഫ്രഷായി മാറ്റിപ്പോൾ അവിടുന്ന് ബസ്സിൽ കയറി ബോട്ട് ജെട്ടിക്ക് പോവാണ്. ഇവിടുന്ന് നേരെ ബോട്ട് ജെട്ടിയിലേക്ക്. അപ്പോൾ ഇനി കോട്ടയത്തേക്ക് ബോട്ടില്ലത് 5:15-നാണ്. അപ്പോൾ അതുവരെ നിൽക്കണം. ഇപ്പം 4:45 അപ്പോൾ അതുവരെ ഇവിടെ നിൽക്കണം. ഇപ്പോൾ ബോട്ടിൽ കയറുന്ന സമയത്ത് ഭയങ്കര തിരക്കുന്നു. അതുകൊണ്ട് ആ വീഡിയോ ഞാൻ എടുത്തില്ല. നേരെ ബോട്ടിൽ കയറി ടിക്കറ്റ് എടുത്ത് 29 രൂപ മാത്രമാണ് ഇവിടെ ആലപ്പുഴയിൽ നിന്ന് കോട്ടയത്തേക്ക് ആവണവർ. 29 രൂപക്ക് നമുക്ക് 3 hour ഒരു ബോട്ട് യാത്ര. അത് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആണ്. നിങ്ങൾ തീർച്ചയായും വരുമ്പോൾ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കേണ്ടതാണ് ആലപ്പുഴ വരികയാണെങ്കിൽ. ഈ ഒരു സർവീസ് സംസ്ഥാന ഗതാഗത വകുപ്പിൻ്റെ ഏറ്റവും പഴക്കം ചെന്ന ഒരു സർവീസാണ്. ഇത് ഇവിടുത്തെ പ്രദേശവാസികളല്ലാതെ ടൂറിസ്റ്റ് അട്രാക്ഷൻ കൂടിയൊരു സർവീസും കൂടിയാണ് ആലപ്പുഴ കോട്ടയം സർവീസ്. കുറഞ്ഞ ചെലവിൽ ബോട്ട് യാത്ര ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല യാത്രയാണിത്. ഇതിപ്പോൾ ആലപ്പുഴയിലേക്ക് മാത്രമല്ല, ഇവിടുന്ന് നമുക്ക് ചെറിയ സ്ഥലം, ഇവിടെ അടുത്തുള്ള സ്ഥലങ്ങളിലൊക്കെ ജസ്റ്റ് പോയി വരാൻ പറ്റുന്ന രീതിയിലുള്ള ബോട്ട് സർവീസൊക്കെ ഇവിടെ ഉണ്ട് ആലപ്പുഴയിൽ നിന്ന്. മാത്രമല്ല ഇവിടുത്തെ പ്രദേശവാസികൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് ഇങ്ങനെ ബോട്ട് സർവീസുകളൊക്കെ തന്നെയാണ്. അല്ലെങ്കിൽ അവർക്ക് സ്വന്തമായിട്ടുള്ള ചെറിയ ചെറിയ ബോട്ടുകളും അവർക്കുണ്ടാകും. ചെറിയ തോണികൾ പോലെ ആയിട്ടുള്ള ബോട്ടുകളൊക്കെ അവൈലബിൾ ആണ് ഓരോ വീട്ടിലും. ഈ യാത്ര പോയിക്കൊണ്ടിരിക്കുമ്പോൾ
പല വീട്ടിലും ഇങ്ങനെ വീടിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ ഫ്രണ്ട് തന്നെ കായലല്ലേ, അപ്പോൾ ഈ ഓരോ ഫ്രണ്ടിലും ഇങ്ങനെ ബോട്ട്, നമ്മളിപ്പോൾ കാറും വണ്ടിയും ഇതൊക്കെ ബൈക്ക് ഇതൊക്കെ പാർക്ക് ചെയ്യണമാർ അവരുടെ ബോട്ട്, ചെറു ബോട്ടുകൾ പാർക്ക് ചെയ്തിരിക്കണ കണ്ടിട്ടുണ്ട്. ചെറിയ ഷെഡൊക്കെ ഉണ്ടാക്കിയത് പാർക്ക് ചെയ്ത മാതിരി. അതുമാതിരി ഇവിടെ എല്ലാവർക്കും ചെറിയ അത്യാവശ്യം എല്ലാവർക്കും ഉണ്ടെന്നാണ് കരുതുന്നത്. അങ്ങനെ കായൽ കാറ്റും ആസ്വദിച്ചുകൊണ്ട് ബോട്ട് അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നമ്മുടെ ക്യാമറ എവിടെ വെച്ചാലും അടിപൊളി ഫ്രെയിമുകളാണ്. മൊത്തം അടിപൊളി ബോട്ടുകളും നല്ല ഹൗസ് ബോട്ടുകളൊക്കെ ഉള്ള അടിപൊളി ഫ്രെയിമുകൾ. അങ്ങനെ ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ട്. ഏകദേശം 6:30 ടൈമായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടുന്ന് അങ്ങനെ മെല്ലെ ബോട്ട് നീങ്ങിക്കൊണ്ടിരിക്കണം. ഇപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ നല്ല ഇരുട്ടാവും. ഇപ്പോൾ കാഴ്ചകളൊന്നും അങ്ങനെ കാണാൻ പറ്റില്ല, വെറും ഇരുട്ട് പോലൊക്കെ ആഗ്രഹം പോകാം. ഇത്രയ്ക്ക് നല്ല രീതിയിൽ ഇപ്പോൾ കണ്ട പോലെ കാഴ്ചകളൊന്നും കാണാൻ പറ്റില്ല. ഇനിയിപ്പോൾ ഈ അടുത്ത് വരുന്ന ഫ്രെയിം അടിപൊളി ഫ്രെയിമാണ്. ഇത് ഇതിൽ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട ഫ്രെയിം ഇതാണ്. നല്ല ഒരു അടിപൊളി ഫ്രെയിമായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഇത് എൻ്റെ ഫോണിലെല്ലാം എടുത്തത്. എനിക്ക് ഇവിടെ ഒരു ബോട്ടിലൊരു ഫ്രണ്ടിന് കിട്ടി, അവൻ്റെ ഫോണിലും ഇത് എടുത്തത്. എൻ്റെ ഫോണിൽ അത്യാവശ്യം ക്വാളിറ്റി ഉണ്ടതുകൊണ്ട് അവൻ്റെ ഫോണിലെടുത്തത്. അങ്ങനെ ഒരു 8:15 ടൈമിൽ ഞങ്ങൾ കോട്ടയത്തെത്തി. കോട്ടയം പൊടി ചട്ടിയിൽ ഇവിടെയൊക്കെ ക്ലോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഫ്രണ്ട്, ഇവൻ്റെ ഫോണിലാണ് ഞാൻ അടുത്തത്. പിന്നെ ഇനി അവിടുന്ന് ബസ് കാത്തുക്കാണ്. ബസ് റെയിൽവേ സ്റ്റേഷനിലേക്ക്, ഞാൻ റെയിൽവേ സ്റ്റേഷനിലേക്കാണ്. അവന് KSRTC സ്റ്റാൻഡിൽ പോയിട്ട് അവിടുന്ന് ബസ് കയറണമെന്ന് പറയും. അവൻ തിരുവനന്തപുരംകാരനാണ്. അപ്പോൾ ഇനിയിപ്പോൾ അവനക്ക് ട്രെയിനില്ല, 2 മണിക്കാവും. അപ്പോൾ ബസ് പോകുന്ന പറഞ്ഞാൽ അവന് ബസ് കയറാൻ നിൽക്കണം. അങ്ങനെ ഞാൻ അവിടുന്ന് റെയിൽവേ സ്റ്റേഷനിൽ പോകുന്നു. അവനങ്ങനെ ബസ് KSRTC സ്റ്റാൻഡിലേക്കും പോയി. അങ്ങനെ റെയിൽവേ സ്റ്റേഷനിലെത്തി. ഞാൻ AC വെയിറ്റിംഗ് റൂമിൽ എടുത്തേക്കാണ്. 30 രൂപയാണത്. കോട്ടയം റെയിൽവേ സ്റ്റേഷനിലാണിത്.
കോട്ടയം അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഇതായിരുന്നു. അപ്പോൾ അവിടെ കുറച്ചൊരു 1 മണിക്കൂറിന് 30 രൂപ. അങ്ങനെ അവിടുന്ന് ഇറങ്ങി 1 മണിക്കൂർ കഴിഞ്ഞ് ഇറങ്ങി. ഇനിയിപ്പോൾ നമുക്ക് ട്രെയിൻ 1 മണിക്കൂറും കൂടി ഉണ്ട്. ഇനി അവിടെ ഇരിക്കേണ്ട രീതി ഇറങ്ങണം. അപ്പോൾ ഇവിടെ റിനോവേറ്റ് ചെയ്ത് കുറേ സംഭവങ്ങളുണ്ട്. കോട്ടയം റെയിൽവേ സ്റ്റേഷൻ ആകെ റിനോവേറ്റ് ചെയ്തിട്ട് നല്ല അടിപൊളിയാക്കണം. അണ്ടർ പാസ് ഒക്കെ കൊടുത്തിട്ട് റിസർവ് ഒന്നും ചെയ്യാത്തതുകൊണ്ട് ജനറൽ ടിക്കറ്റ് എടുക്കണത്. ഇപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് വരാനുള്ള നിലമ്പൂർ ട്രെയിനാണ്. കൊച്ചുവേളിയിൽ നിന്ന് വരുന്ന രാജറാണി എക്സ്പ്രസ്സിലാണ് പോകണം. അപ്പോൾ ജനറലിലാണ് കയറാൻ നിൽക്കണേ. അപ്പോൾ നേരെ ഫ്രണ്ട് പോട്ടെ, ജനറൽ അവിടെ അല്ലേ സീറ്റ്. അപ്പോൾ നേരെ ഫ്രണ്ട് പോയി ഇനിയിപ്പോൾ ഒരു 1/2 മണിക്കൂർ 3/4 മണിക്കൂറത്തോളം ഉണ്ട് ട്രെയിന് വരാൻ. അതുവരെ വെയിറ്റ് ചെയ്യുക അവിടെ. അങ്ങനെ ട്രെയിൻ വന്ന് ട്രെയിനിൽ കയറി. ഭാഗ്യം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല, ജനറൽ സീറ്റ് കിട്ടി. അങ്ങനെ ട്രെയിനിൽ ഇരുന്ന് ട്രെയിൻ എടുക്കണം അവിടുന്ന്. അങ്ങനെ അവസാനം അങ്ങാടിപ്പുറത്തി ഇപ്പോൾ ഒരു 4:45 ടൈം ആയിട്ടുണ്ട്, 5 മണി നേരം. ട്രെയിനിന് ഇറങ്ങിയത് ഇപ്പോൾ ഒരു മഴ, അതുവരെ ഉണ്ടായിരുന്നില്ലാത്തൊരു മഴ അപ്പാണ് പെയ്ത്. എന്താ മഴ എന്ന് എഴുതിയിട്ടാ. ഇനിയിപ്പോൾ 6 മണി 6:30 ടൈമിലാണ് ബസ്സിൽ. അതുവരെ വെയിറ്റ് ചെയ്യണം. ഒരു 6 മണി ആ ടൈമിൽ പോകാമെന്ന് എഴുതിയിട്ട് അവിടെ കുറച്ച് നേരം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നേരെ KSRTC സ്റ്റാൻഡ് പോയി അവിടെ ബസ് കയറി ഇരിക്കണം. ഇനിയിപ്പോൾ ഇത്രയുള്ളൂ ഈ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നുണ്ട്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.